നമ്മിൽ എത്ര പേർ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിലേക്ക് നോക്കി ആർദ്രതയോടെ നോക്കിയിട്ടുണ്ട്. ആ രൂപത്തെ നോക്കി നാം ഹൃദയത്തിൽ ആത്മാർത്ഥതയോടെ വിഷമിച്ചിട്ടുണ്ട്. അവിടുത്തെ വേദന ഉൾക്കൊണ്ട് കരഞ്ഞാൽ നാം രക്ഷിക്കപ്പെട്ടു. കാരണം അവിടുന്ന് ആഗ്രഹിക്കുന്നത് അവിടുത്തെ പീഡാനുഭവം എൻ്റെ മക്കൾ മനസ്സിൽ ധ്യാനിക്കണം എന്നാണ്. ആ ധ്യാനിക്കൽ യേശുവിൻ്റെ കുരിശിലെ വേദന കുറയ്ക്കും. അത് നമുക്ക് അനുഗ്രഹമാകും. നീ കുരിശിലേക്ക് നിൻ്റെ ഭാരം ഇറക്കി വെച്ച് സ്വസ്ഥമായി കുറച്ചു സമയം ഇരിക്കുക, ധ്യാനിക്കുക. ഇതു നാം തുടർന്നാൽ നീ എന്തൊക്കെ കർത്താവിനോട് പരാതി പറയുവാൻ ഇരിക്കുന്നുവോ അതു വേണ്ട. അവിടുന്ന് അതെല്ലാം കാണുന്നു. നമുക്ക് മനസ്സിന് ആശ്വാസവും നമ്മുടെ ആവശ്യങ്ങൾ അവിടുന്ന് അറിഞ്ഞ് എല്ലാം ശുഭമാക്കി അനുഗ്രഹിക്കും. തീർച്ച അവിടുത്തെ കുരിശിലേക്ക് കുറച്ച് സമയം നോക്കി ഇരിക്കുക. പാപിയാണ് ഞാൻ, എൻ്റെ മേൽ അലിവ് തോന്നണമേ എന്നു മാത്രം നീ പറഞ്ഞാൽ മതി. നമുക്ക് വേണ്ടിയാണ് അവിടുന്ന് കുരിശു വഹിച്ചത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശുമരണം സ്വീകരിച്ചു. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ നിരത്താതെ അവിടുത്തെ മുമ്പിൽ അരമണിക്കൂർ വെറുതെ ഇരുന്നു കൊടുക്കുക. നീ രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്ന് വചനം പറയുന്നു. അതുകൊണ്ട് അവിടുന്ന് നമ്മിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിന് വേണ്ടി, വാരി വിതറുന്നതിന് വേണ്ടി നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക. അവിടുത്തെ മുമ്പിൽ സ്വസ്ഥമായി ഇരിക്കുക. ആമേൻ.